മറ്റൊന്ന് നാം അറിയാതെ പോകുന്ന ജനനവും മരണവുമാണ്. ബാക്കി അതിനിടയ്ക്കുള്ള പല കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ അത് നമ്മൾക്ക് അനുഭവത്തിലൂടെ കടന്നു വരുന്നതാണ്. കഴിഞ്ഞു പോയതാണോ ജീവിതം, വരാനിരിക്കുന്നതാണോ ജീവിതം എന്നത് ഒരു പരിശോധിക്കേണ്ട ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പ്രവാസ ജീവിതത്തിൽ അങ്ങനെയാണ്. പ്രവാസ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ കാസർഗോഡ് ജില്ലയിലെ യൂത്ത് ലീഗിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനം നിലനിർത്തിക്കൊണ്ട് അതിന്റെ സജീവത നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് കടന്നു വന്നത്. അതൊരു യാദൃശ്ചികമാണ്. നമുക്കറിയാം, ഓരോ ആളുകൾ പ്രവാസ ലോകത്തിൽ കടന്നു വരുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളും പ്രാരാബ്ദങ്ങളുമായി തന്നെയാണ് വരുന്നത്. അതിലൊട്ട് വിഭിന്നമായിട്ടല്ല ഞാൻ കടന്നു വരുന്നത്. കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കേണ്ട വരുന്ന വലിയ ഉത്തരവാദിത്വത്തോടൊപ്പം സമൂഹത്തോട് ഭൗതികത കൊടുക്കാൻ പലപ്പോഴും കഴിയാതെ വന്നിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ രണ്ടും നഷ്ടപ്പെട്ട് വരുന്ന ഒരവസ്ഥ ഉണ്ടാകും. കുടുംബജീവിതത്തിലും താളം തെറ്റിപ്പോകും എന്നത്, സ്വകാര്യ ജീവിതത്തിലും അതുപോലെ തന്നെ പൊതുജീവിതത്തിലും താളം തെറ്റിപ്പോകും എന്ന ഒരു വിഭ്രാന്തിക്കിടയിലാണ് ഞാൻ ഇങ്ങോട്ട് കടന്നു വരുന്നത്. കടന്നു വരുമ്പോൾ എന്റെ മുമ്പിലേക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായിട്ട് പ്രവാസ ലോകത്തിൽ കടന്നു വരുമ്പോൾ നമുക്ക് അനുഭവ സമ്പത്ത് ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ടാണ് കടന്നു വരുന്നതെന്ന് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ജോലി എന്നത് നമ്മുടെ മുമ്പിൽ ഒരു മരീചികയായി നിൽക്കുന്ന സ്ഥലത്തിലാണ് കടന്നു വരുന്നത്. അള്ളാഹു എവിടെയെങ്കിലും നമുക്ക് റിസ്ക് കീഴുണ്ടാകും എന്നതുകൊണ്ട് അള്ളാഹു വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് കടന്നു വന്നത്. കടന്നു വന്നിട്ട് കുറച്ച് സമയം മാത്രമേ ഞാൻ ജോലിയുമായി അന്വേഷിച്ച് കടന്നു പോയിട്ടുള്ളൂ. 3 മാസത്തെ വിസിറ്റിംഗ് ഇടയിൽ തന്നെ ചുരുക്കം ചില ഇന്റർവ്യൂകൾ അറ്റൻഡ് ചെയ്യുകയും അത് തന്നെ ഒരേ ദിവസം 2 ഇന്റർവ്യൂ വന്നപ്പോൾ എന്റെ ഒരു ചരിത്രത്തിൽ ഞാൻ ഇപ്പോഴും ആലോചിക്കുന്ന വിഷയമുണ്ട്. അബുദാബിയിൽ വെച്ച് ഞങ്ങൾക്കൊരു ഫോൺ കോൾ വരുന്നു ഷാർജയിൽ നിന്ന്. നാളെ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യണം. ഞാൻ തീർച്ചയായിട്ടും നാളത്തെ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഷാർജയിൽ പോകുന്നു. പിറ്റേ ദിവസം ഇപ്പോഴത്തെ കമ്പനിയിലേക്ക് വരുന്നു. 3-ാമത്തെ ദിവസം അന്ന് തന്നെ മറ്റൊരു ഇന്റർവ്യൂവിന്റെ 3-ാമത്തെ ദിവസത്തേക്ക് എന്റെ ഇന്റർവ്യൂ കോൾ വരുന്നു. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. 2 ഇന്റർവ്യൂ ഒരേ സമയത്ത് വന്നപ്പോൾ ആദ്യത്തെ ഇന്റർവ്യൂ എന്ത് ചെയ്യണമെന്ന് സങ്കോചിച്ചു. ഞാൻ അബുദാബിയിലാണുള്ളത്. പക്ഷെ ഞാൻ ഷാർജയിലേക്ക് എനിക്ക് വണ്ടി കയറി. അതൊരു യാഥാർത്ഥ്യമാണ്. ഷാർജയിലേക്ക് വണ്ടി കയറി എനിക്ക് ലൊക്കേഷൻ തന്നു. അവർ ഷാർജയിൽ പോയി ആ കമ്പനിയുമായി ബന്ധപ്പെട്ട ചുറ്റുപാട് കണ്ട് പിറ്റേ ബസ്സിൽ തന്നെ തിരിച്ചു പോലും ചെയ്തു. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തില്ല, ഇന്റർവ്യൂയിലേക്ക് കടന്നു പോയിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് പോലും ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ഒരു പഠിച്ചവന്റെ ഒരു ഉരുളി പോലെ എന്നോട് തിരിച്ചു പോകാൻ ആവശ്യപ്പെടുകയായിരുന്നു. ആ ഇന്റർവ്യൂ ഞാൻ ഉപേക്ഷിക്കുകയാണ്. ഞാൻ ഇവിടുന്ന് ബസ്സിൽ പോയി ദുബൈയിൽ നിന്ന് ഷാർജ ബസ്സിൽ പോയി അവിടുത്തെ ടാക്സിയിൽ പോയി അന്ന് അവിടുത്തെ ആ കമ്പനിയുടെ ചുറ്റുപാടത്തെത്തി അവിടുത്തെ പടി കയറുന്നതിന് മുമ്പ് തന്നെ ഞാൻ തിരിച്ചു പോരുകയാണ്. പിറ്റേ ദിവസം നിൽക്കുന്ന ആ ഇന്റർവ്യൂവിലേക്ക് അവിടുന്ന് ഒന്നും ആലോചിക്കാണ്ട് കടന്നു വന്നിട്ട് പിറ്റേ ദിവസം ഞാൻ ഇപ്പോൾ പ്രവർത്തിക്കുന്ന കമ്പനിയിലേക്ക് ഇന്റർവ്യൂ ചെയ്യുകയാണ്. അതും ഒരു നിമിത്തമാണെന്ന് തോന്നുന്നു. അബുദാബിയിൽ തന്നെ പ്രവർത്തിക്കണമെന്ന് പഠിച്ചവന്റെ എന്തെങ്കിലും തരത്തിലുള്ള വിളി ഉണ്ടാകാം. ഒരുപക്ഷെ ഷാർജയിലായിരുന്നു എന്നാൽ എനിക്ക് ഇന്റർവ്യൂ കിട്ടിയിരുന്നെങ്കിൽ, അവിടെ ജോലി ആയിരുന്നുവെങ്കിൽ ഞാൻ ഷാർജയിലാകുമായിരുന്നു. പക്ഷെ അള്ളാഹു നിശ്ചയിക്കുന്നത് അങ്ങനെ തന്നെയാണ്. 2007 ആഗസ്റ്റ് മാസം 5-ാം തീയതി ഈ കമ്പനി ജോലിക്ക് കയറി. അൽഹംദുലില്ലാഹ് വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിച്ചു. അപ്പോഴും മനസ്സിന്റെ ഉള്ളിൽ തട്ടിക്കിടക്കുന്നത് ലീഗ് രാഷ്ട്രീയം തന്നെയായിരുന്നു. ലീഗ് രാഷ്ട്രീയത്തിൽ അത്രത്തോളം എഴുതിച്ചേർന്ന് പോയിട്ട ഒരു സന്ദർഭമായിരുന്നു. ജീവിതകാലത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും ഓർത്തു പോകുന്നത്, പഞ്ചായത്ത് മെമ്പറായിരുന്ന സന്ദർഭത്തിൽ ഒരുപക്ഷെ പഞ്ചായത്ത് മെമ്പർ ഇന്നുണ്ട് പഞ്ചായത്ത് മെമ്പറിന് അപ്പുറം ഉള്ള ഒരു പഞ്ചായത്ത് മെമ്പറായിരുന്നു ഞാൻ. സാമ്പത്തികമായി പൊരുതുമുട്ടി വളരെ പ്രയാസപ്പെട്ട സന്ദർഭം എന്റെ മുമ്പിൽ ഉണ്ടായിട്ടുണ്ട്. കുമ്പളയിൽ നിന്ന് മൊഗറയിലേക്ക് ബസ് കയറുമ്പോൾ കീസ തപ്പി നോക്കുമ്പോൾ പൈസ ഇല്ലാത്ത സന്ദർഭം എന്റെ മുമ്പിൽ വന്നിട്ടുണ്ട്. ഇത് തമാശ പറയുന്നതല്ല, സത്യസന്ധമായിട്ട് പറയുകയാണ്. തൊട്ടടുത്ത കടയിൽ MG സ്റ്റോർ കയറിയിട്ട് 10 രൂപ വാങ്ങിച്ചിട്ട് മൊഗറയിലേക്ക് പോയ സന്ദർഭം എന്റെ മുമ്പിലുണ്ട്. MG സ്റ്റോറിനെ അറിയാത്ത ആർക്കും ഉണ്ടാവില്ല, മൊഗറയിലെ ആൾക്കാരാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. MG ഞാൻ ചോദിക്കുന്നത് അദ്ദേഹത്തിനോട് ചില്ലറയില്ല, എനിക്കൊരു 10 രൂപ വേണമെന്നാണ്. അത് ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്.
ഇന്നത്തെ രാഷ്ട്രീയത്തിനപ്പുറമുള്ള സംശുദ്ധമായ രാഷ്ട്രീയം എന്നത് എൻ്റെ മനസ്സിന്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായതാണ്. അത് ഞാൻ പഠിച്ചതും വളർന്നതും എന്നെ പഠിപ്പിച്ചതും എൻ്റെ പിതാവിൽ നിന്നാണ്. രാഷ്ട്രീയ രംഗത്ത് ഒരുപാട് ഉയർന്ന സ്ഥാനത്ത് നിൽക്കുമ്പോഴും ഉപ്പ പറഞ്ഞിട്ടുണ്ട്, കാസർഗോഡ് നിന്ന് മുഗളിലേക്ക് നടന്നു വന്ന സന്ദർഭം ഉപ്പന്റെ മുമ്പിലുണ്ട്. രാഷ്ട്രീയത്തിൽ KPCCയുടെ യോഗത്തുമുമ്പ് ജില്ലയിൽ നിർവാഹക സമിതി അംഗം എന്ന് പറയുന്നത് അവിയുക്ത കണ്ണൂർ ജില്ലയിലെ ഒരേ ഒരു മെമ്പറാണ്. അതിനുശേഷമാണ് അയ്യറാമറി അടക്കമുള്ള ആൾ KPCCയുടെ നിർവാഹക സമിതി അംഗത്തിലേക്ക് വരുന്നത്. കാസർഗോഡ് വരെ യോഗം കഴിഞ്ഞ് പാതിരാത്രിക്ക് നടന്നു വന്ന ഉപ്പായുടെ മകൻ എനിക്കൊരു അനുഭവം ഉണ്ടെങ്കിൽ പഞ്ചായത്ത് മെമ്പറായി നിന്നപ്പോൾ തന്നെയാണ്. അതൊരു രാഷ്ട്രീയത്തിൽ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തത്തിന്റെ ഭാഗമാണ്. സംസ്കൃതം എന്ന് പറയുന്നത് സത്യസന്ധതയാണ് ഏറ്റവും പ്രധാനമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നല്ലെങ്കിൽ നാളെ നാം ചെയ്യുന്ന പ്രവൃത്തിയും നമ്മുടെ സമ്പത്തും ഒക്കെ നാളെ ചോദ്യം ചെയ്യപ്പെടുമെന്ന ഉത്തമ ബോധ്യം എന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഈ കാണുന്നത് എല്ലാ രാഷ്ട്രീയം നമ്മൾ ചെയ്യുന്ന സേവനം ഇതല്ല, അത് നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടേണ്ടി തന്നെ വരും. എന്റെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അക്കമിട്ട് നിരത്തിക്കൊണ്ട് മറുപടി പറയേണ്ടി വരും. ആ രാഷ്ട്രീയം, ആ സംസ്കൃതതയാണ് നമുക്ക് കാഴ്ചവെക്കേണ്ടത്. ഞാൻ പഠിച്ച ദീനും ഞാൻ പഠിച്ച സമുദായത്തിന്റെ കാര്യം അതൊക്കെയാണ്. എന്തുകൊണ്ട് ഇന്നലെ വരെ ഞാൻ ആലോചിച്ചു പോയിട്ട് ഉത്തമ സമുദായം എന്ന് പറയുന്ന നമുക്കിടയിൽ എന്തുകൊണ്ട് ഞാൻ ഇത്തരത്തിൽ ആയി പോകുന്നുവെന്ന്, മറ്റൊരു മതവിഭാഗത്തിന് പോലും കിട്ടാത്ത രീതിയിലുള്ള മതവിദ്യാഭ്യാസം നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ട് പോലും നമ്മുടെ മുമ്പിലേക്ക് നമ്മുടെ അരയിൽ കയറ്റിതിരിക്കുന്ന രാഷ്ട്രീയമായി പോകുന്ന മുസ്ലിം ലീഗ് രാഷ്ട്രീയം എന്നത് വളരെ വേദനാജനകമായ കാര്യമാണ്. പരസ്പരമുള്ള സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും മാനദണ്ഡത്തിൽ പഠിപ്പിച്ചൊരു സമുദായത്തിന്റെ ആളുകൾ രാഷ്ട്രീയത്തിന്റെ പേരിൽ കൊലക്കത്തിലേക്ക് ഇരയാകേണ്ടി വരുന്നു എന്നത് ദൗർഭാഗ്യകരമായ കാര്യമാണ്. ആമുഖമായിട്ട് ഞാൻ പറയട്ടെ, മുസ്ലിം ലീഗ് രാഷ്ട്രീയം പഠിപ്പിക്കുന്നതല്ല. നമ്മുടെ മുമ്പിൽ ഒരു വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട്, മതവിദ്യാഭ്യാസമുണ്ട്, മദ്രസയിൽ നിന്ന് പഠിപ്പിക്കുന്ന നല്ല സാമൂഹ്യ സേവനമുണ്ട്. പക്ഷേ വികാരത്തേക്കാൾ വിവേകമാണ് നമുക്കിന്ന് പഠിപ്പിച്ച സമുദായ നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴും ആ വികാരം കൊടുന്ന രാഷ്ട്രീയമാണ്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പരാജയപ്പെടാം, വിജയിച്ചേക്കാം. വിജയിക്കുമ്പോഴും പരാജയപ്പെടുമ്പോഴും അത് പലതിന്റെയും നാങ്ങിയാണ്, അത് പടച്ചവന്റെ കഥയാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഈ വിജയിക്കുമ്പോഴും ഞാൻ പരിശോധിക്കണം, എന്തുകൊണ്ട് വിജയിച്ചു എന്ന് പരിശോധിക്കണം. നമുക്കൊരിക്കലും കിട്ടാത്ത ഒരു വാർഡ് മത്സരിച്ച് വിജയിച്ചാൽ എന്തുകൊണ്ട് ആ വാർഡിൽ നമുക്ക് വിജയിച്ചു എന്ന് നമ്മൾ പരിശോധിക്കണം. ഞാൻ അമിതമായി ആഹ്ലാദിക്കുന്നു ആ സന്ദർഭത്തിൽ. പരാജയപ്പെടുമ്പോൾ ഞാൻ പരാജയപ്പെട്ടതിൽ പല ആളുകളും കുറ്റപ്പെടുത്തുന്നു. അപ്പോഴും ഞാൻ മനസ്സിലാക്കണം എന്തുകൊണ്ട് ഞാൻ പരാജയപ്പെട്ടു. ഈ പരാജയത്തിനും വിജയത്തിനും ഉത്തരവാദികൾ ഞാൻ തന്നെയാണ്. 2005 മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് ബഹുമാനായ ചെർക്കള അബ്ദുല്ല സാഹിബ് പരാജയപ്പെടുന്ന സന്ദർഭം നമുക്കൊരിക്കലും ഊഹിക്കാൻ കഴിയാത്ത ഒന്നായിരുന്നു. ഞാൻ രാഷ്ട്രീയം പറയുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം. ഈ സന്ദർഭം നിങ്ങളെല്ലാവരും രാഷ്ട്രീയമുണ്ട്, എന്നെയും നിങ്ങളെയും പഠിച്ച രാഷ്ട്രീയമുണ്ട്, മനസ്സിലാക്കിയ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിനപ്പുറമുള്ള ചെറുക്കളത്തിൽ പരാജയപ്പെടാനുള്ള മുഖ്യമായ കാരണം എന്തെന്ന് ഞാൻ ആത്മപരിശോധന നടത്തിയാൽ നമുക്ക് മനസ്സിലാക്കാം. അത് നമ്മുടെ അകത്ത് നിന്ന് തന്നെ വന്ന ചാരന്മാരായിരുന്നു പരാജയപ്പെടുത്തിയത്. അതിന്റെ പരിണിത ഫലമാണ് പിന്നീടുണ്ടായി നമുക്ക് ഈ വളർച്ചയും നമുക്ക് തളർച്ചയോ. അതൊക്കെ ഞാൻ മഞ്ചേശ്വരം മണ്ഡലത്തിലെ ഓരോ വാർഡിനെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഉത്തമ ബോധ്യമുള്ള നേതാക്കന്മാരുടെ വാർഡുകൾ തന്നെ പരാജയപ്പെടേണ്ടി വന്ന അവസ്ഥ മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിന് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. തീർച്ചയായിട്ടും ഇൻഷാ അല്ലാഹ് ഒരു മാറ്റത്തിന് അനിവാര്യമാണ്. മുസ്ലിം ലീഗ് രാഷ്ട്രീയം മാറ്റത്തിന് അനിവാര്യമായി ഉൾക്കൊള്ളിക്കുന്നു. ആദ്യമായിട്ട് ഉൾക്കൊള്ളേണ്ടത് രാഷ്ട്രീയമല്ല, നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ്. നമുക്ക് ഉത്തരവാദിത്തം എന്നത് നമ്മൾ വ്യതിചലിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളിൽ വ്യതിചലിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഒരു പരീക്ഷണത്തെ നേരിടുകയാണ്. എന്താണ് നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം? മുസ്ലിം ലീഗ് ആകുന്നതിന് മുമ്പ് നമ്മൾ ആരായി തീരണമെന്ന് ആദ്യമായി പഠിപ്പിച്ചിട്ടുണ്ട് മഹാന്മാരായ നേതാക്കന്മാർ. ആ നേതൃത്വത്തിന്റെ ഗുണത്തിന്റെ പിന്നാലെ പോകാൻ നമുക്ക് തയ്യാറായില്ല. നമ്മൾ പോയത് അധികാര രാഷ്ട്രീയത്തിന്റെ സാമ്പത്തിക സ്രോതസ്സിന്റെ ഭാഗത്തേക്കായി മാറി. അതൊരു തെറ്റായ കീഴ്വഴക്കമാണ്. ഞാൻ പ്രസംഗത്തിൽ മാത്രം പോരാ, ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ കഴിയില്ല എന്ന് പറഞ്ഞ ഒരു കാലഘട്ടത്തിൽ നിന്ന്
ഉന്നതമായ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് മുസ്ലിം ലീഗ് നേതാക്കൾ വന്നു എന്ന് നമ്മൾ അഭിമാനത്തോട് പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. നമ്മുടെ മനസ്സിലും നമ്മുടെ ശരീരത്തിലും നമ്മുടെ ഊർജമൊക്കെ ഉള്ളത് അധികാരം തന്നെയാണ്. അധികാരത്തിന്റെ മത്ത് പിടിച്ച രാഷ്ട്രീയ നേതാക്കന്മാര് മുസ്ലിം ലീഗിനകത്ത് കടന്നു വന്നപ്പോഴാണ് ഈ രാഷ്ട്രീയ അപജയമുണ്ടായത് എന്ന് സാന്ദർഭികമായി പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഇൻഷാ അല്ലാഹ് എങ്ങനെ ഇറങ്ങണം, എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെ കുറിച്ച് നല്ല ബോധ്യം, ഉത്തമ വിശ്വാസമുള്ളതുകൊണ്ട് തൽക്കാലം അക്കാര്യം ആലോചിക്കുന്നില്ല. നാട്ടിൽ പോകുക എന്നത് പറയുന്ന ഒരു പ്രവാസിയുടെ മനസ്സിന്റെ ഉള്ളിൽ നിൽക്കുന്ന വികാരമാണ്. ആ വികാരം എന്ന് പറയുന്നത് കുടുംബത്തോടൊപ്പം ചേരുക എന്നതാണ്. ഭാര്യ, മക്കൾ, ഉമ്മ, ഉപ്പ ഇവരൊക്കെ അകന്നുകൊണ്ട് കഴിയുന്ന ഒരു ജീവിതം, അതൊരു മാനസികമായ സംഘർഷത്തിന്റെ ഭാഗമാണ്. ഒരു ദിവസം കടന്നിറങ്ങുമ്പോൾ സമാധാനത്തോടെ കടന്നുറങ്ങാൻ കഴിയാത്ത എത്രയോ ആളുകൾ ഈ പ്രവാസ ലോകത്തുണ്ട്. ആ പ്രവാസ ലോകം എന്ന് പറയുന്നത് ജീവിതം നമുക്ക് വഴികാട്ടിയാൽ മാറുമ്പോൾ തന്നെയും നമുക്ക് നഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്, നമുക്ക് ജീവിതം എന്ന് പറയുന്ന പ്രവാസം മാത്രമല്ല, കുടുംബത്തോട് ഒന്നിക്കാൻ നമുക്ക് സാഹചര്യങ്ങൾ പലപ്പോഴും കഴിയുന്നില്ല എന്നത് മറ്റൊരു വിഷയമാണ്. പക്ഷേ കിട്ടുന്ന അവസരങ്ങളിൽ വളരെ പെട്ടെന്ന് തന്നെ കുടുംബത്തോടൊക്കെ യോജിക്കുക എന്നത് അള്ളാഹു നമുക്ക് അനുഗ്രഹിച്ചു പെരുമാറട്ടെ. കാരണം ഓരോ പ്രവാസിയും നമുക്ക് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുണ്ടാവും മക്കളെ ഒന്ന് താലോലിക്കാൻ. നാളെ എന്ത് എന്ന് നമുക്കറിയാത്തൊരു പ്രവാസ ലോകത്ത് തിരിച്ചു പോകുന്നതെന്ന് ഇങ്ങനെ പോലും നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്തൊരു ലോകത്ത് നാം ജീവിക്കുമ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യ, നമ്മുടെ കുടുംബാംഗങ്ങൾ, അവരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് മാത്രമാണ് ഈ ആയുസ് നമുക്ക് ഈ കാലഘട്ടത്തിൽ കിട്ടിയത്. കോവിഡ് കാലത്ത് നമ്മൾ പ്രയാസപ്പെട്ടു, ഒരുപാട് പ്രയാസപ്പെട്ടു, ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടു. 1.5 മാസക്കാലം ഒരു റൂമിന്റെ അകത്ത് 8 പേര് അടിച്ചിട്ട് നിന്നപ്പോൾ ഒരിക്കൽ പുറത്തിറങ്ങാൻ കഴിയുമോ എന്ന രീതിയിൽ പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു നല്ല വായുവിന് വേണ്ടി സൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ വിൻഡോ തുറന്നുകൊടുത്ത് പുറത്തേക്കിട്ട കാലഘട്ടം നമ്മുടെ മുമ്പിലുണ്ട്. മുജീബിന്റെയും എന്റെ റൂമിന്റെ അവസ്ഥ അതായിരുന്നു. അതിൽ നിന്ന് നമുക്ക് കരകയറി വന്നത് ഈ ഒരുപാട് പ്രാർത്ഥനകളാണ്. KMCC ഇവിടെ പ്രവർത്തിച്ചപ്പോൾ ജനങ്ങൾ നൽകിയ പ്രാർത്ഥനയും അവരുടെ ആവേശം തന്നെയായിരുന്നു അള്ളാഹു നമുക്ക് അനുഗ്രഹിച്ചു തന്നത്. പക്ഷേ അപ്പോഴും ഇനി തിരിച്ചു പോക്ക് നാട്ടിലേക്ക് ഉണ്ടാകുമോ എന്ന് പലപ്പോഴും സഹിച്ചു പോയിട്ടുണ്ട്. ആ നിമിഷത്തിൽ ഞാൻ ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. കമ്പനി നേരെ ചെന്നുകൊണ്ട് പറഞ്ഞിട്ട് ഞാൻ റിസൈൻ ഇട്ട് ഒരു ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നാട്ടിൽ പോകണം, ഇപ്പൊ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കമ്പനിയുടെ സൂപ്പർവൈസർ വിളിച്ചും തൽക്കാലം സമാധാനിക്കുക. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റുകൾ ചാലുവായിക്കൊണ്ടിരുന്ന ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ. പക്ഷെ പിന്നീട് ഒരു അങ്ങനെ തോന്നി ഒരു കുറച്ചു കാലം കൂടി നിൽക്കാം എന്ന രീതിയിലേക്ക് സമാധാനമായി വരുമ്പോൾ കമ്പനിയിൽ നിന്ന് മറ്റൊരു വിഷയമായി വരുന്നത്, ഇത് തുറന്ന് പറയേണ്ട ഒരു വേദിയായതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. പലരും ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഇത്ര പെട്ടെന്ന് പോകുന്നു. 13 വർഷത്തെ പ്രവാസ ജീവിതത്തിന് കമ്പനിയുമായിട്ട് നല്ല സൗഹൃദമായിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും സൗഹൃദത്തിനൊന്നും കുറവൊന്നുമില്ല. കമ്പനിയുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ വിളിച്ചു പറഞ്ഞു, ചില ടേംസിൽ മാറ്റം വരുന്നുണ്ട്, ചില കണ്ടീഷൻസിൽ മാറ്റം വരുന്നുണ്ട്, അത് ഉൾക്കൊള്ളാൻ കഴിയുമോ എന്ന് നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ഞാൻ തൽക്കാലം പറഞ്ഞു. എടുത്ത തീരുമാനം ആദ്യം തന്നെ പറഞ്ഞപ്പോൾ ഞാൻ നേരിട്ട് സിംഗിൾ ആയിട്ട് വിളിച്ച് ഞാൻ ചോദിക്കും, ഞാൻ പറഞ്ഞില്ല, ഞാൻ പോവുകയാണ്. അവരുടെ ടേംസിൽ മാറ്റം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അത് ഇല്ല, ഞാൻ നാട്ടിൽ പോകും. എന്ത് തരം മാറ്റമാണെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല, എനിക്ക് നാട്ടിൽ പോകണം. ഞാൻ വിസ ഏത് നിമിഷമാണ് വിസ ക്യാൻസലേഷൻ തന്നു കഴിഞ്ഞാൽ ആ നിമിഷം നാട്ടിലേക്ക് പോകാൻ തയ്യാറാണ്. അതെന്റെ തീരുമാനമായിരുന്നു. ആ തീരുമാനം ഖൈറായത് ഖൈറാകണമേ, ഖൈറായി തീർക്കണമേ എന്നാണ് പ്രാർത്ഥന. എന്റെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഉണ്ടാകണം, നിങ്ങൾ പ്രാർത്ഥനയിൽ ഞാനും ഉണ്ടാകണം എന്ന് മാത്രമാണ് ഈ സന്ദർഭം സൂചിപ്പിക്കാനുള്ളത്. അത്രയും എനിക്ക് ആ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ളത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 2007 വരുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, രാഷ്ട്രീയ ജീവിതത്തെ തത്തിക്കളിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇതുപോലുള്ള ഒരു മെമ്പർഷിപ്പ് തന്ന ഒരു മഹാനായ ഒരു മനുഷ്യൻ എന്റെ മുമ്പിലുണ്ട്. 2007 എനിക്ക് മെമ്പർഷിപ്പ് ആദ്യമായിട്ട് മുറിച്ചു തന്ന ബഹുമാനപ്പെട്ട PK അബ്ദുൽ സാഹിബ്, അദ്ദേഹത്തിന്റെ ഈ മെമ്പർഷിപ്പാണ് ഞാൻ സൂക്ഷിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ഓർമ്മ ഉണ്ടാകുമെന്ന് അറിയില്ല. ഇതുപോലെ ഒരു മെമ്പർഷിപ്പ് നിങ്ങൾക്കാർക്കും കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതുപോലെ കേന്ദ്ര UAE KMCCയുടെ മെമ്പർഷിപ്പാണ് 2007-2009. നിങ്ങൾ ആരുടെയും കൈവശം ഉണ്ടോ എന്ന് പറയില്ല. ഇപ്പോഴുള്ള മെമ്പർഷിപ്പ് ഒക്കെ എന്ന് പറയുന്നത് അബുദാബി KMCCയുടെ മെമ്പർഷിപ്പാണ്. 2007 ഒരു മെമ്പർഷിപ്പിന്റെ കുറ്റി എന്റെ പെട്ടി ഞാൻ സൂക്ഷിച്ചു വെക്കണമെങ്കിൽ അതെന്റെ ജീവന്റെ തുല്യമായ KMCC ഭാഗമാണ്. UAE KMCC ഉണ്ട്, അബുദാബി KMCC പുതിയ മെമ്പർഷിപ്പ് വന്നിട്ടുണ്ട്.
ഇതന്നെ അല്ല ഇതല്ല ഈ മോഡലല്ല. ആയിക്കോട്ടെ. പ്രിന്റിംഗ് ഏതായാലും അന്ന് ജുൽഫിക്കർ അലി മൊഗ്രാലി 34-32-6 നമ്പർ ഇട്ട് പി കെ അഹമ്മദ് സാഹിബ് ഒപ്പിട്ട് തന്ന ഒരു മെമ്പർഷിപ്പാണ്. ഏതായാലും അതൊരു ഈ സൂക്ഷിച്ചു വെച്ച 2007 മെമ്പർഷിപ്പ് എന്റെ മുമ്പിൽ ഇപ്പോഴും ഞാൻ വെക്കുന്നത് മനസ്സിന്റെ ഉള്ളിൽ എന്ന് ഓർമ്മിക്കും തന്നെയാണ്. 34-32-6 അതൊക്കെ KMCCയെ സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെയാണ്. നിങ്ങൾ ഈ സന്ദർഭത്തിൽ പറഞ്ഞ അന്ന് ഞാൻ മഞ്ചേശ്വരം മണ്ഡലം KMCC രൂപീകരണ വേളയിൽ ഞങ്ങൾ 3-4 ആളുകൾ വന്നിട്ടുണ്ട്. പരസ്പരം പരിചയപ്പെടാൻ കഴിയാത്ത അറിയാത്ത 1-2 ആളുകൾ മാത്രം നിന്നുകൊണ്ട് അന്ന് അസീർ കന്തലും ഞാനും പിന്നെ കുറച്ച് ആളുകൾ മാത്രമുള്ള താമസിയാർത്ഥത്തിൽ അവിടെ ഉണ്ടാക്കിയ ഒരു ചെറിയ കമ്മിറ്റി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന ഈ പന്തലിച്ച് വന്ന സന്ദർഭം ഇതൊക്കെ മനസ്സിൽ ഒരിക്കലും അറിയാത്ത നിൽക്കുന്ന സന്ദർഭം. അതിനിടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിഞ്ഞു. അതിനൊക്കെ നിമിത്തമായതും കാരണമായതൊക്കെ ഈ KMCCയുടെ ഈ കൂട്ടായ്മ തന്നെയാണ്. ഇതില്ല എങ്കിൽ സീറോ ആയിരുന്നു ഇവിടെ പ്രവാസ ലോകം. KMCC ഉള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങളൊക്കെ കാണാനും പരിചയപ്പെടാനും എനിക്കിതുപോലെയുള്ള ഒരു സന്ദർഭത്തിൽ നിങ്ങളൊക്കെ അഭിസംബോധന ചെയ്യാനൊക്കെ കഴിഞ്ഞത്. ഈ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് മഹത്തായ ഒരു പ്ലാറ്റ്ഫോമാണ്. ഇതിന് പിന്നെ പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട്. ഭാഗ്യമായ മുസ്ലിം ലീഗിന് നേതൃത്വമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആമുഖമായിട്ട് പറഞ്ഞ കാര്യമുണ്ട്. മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ആദ്യം പഠിക്കണം, അത് മനസ്സിൽ ഉൾക്കൊള്ളണം. അത് ഉൾക്കൊള്ളിട്ട് പ്രവർത്തിക്കാൻ കഴിയും. നമുക്കൊരു വെറുപ്പിന്റെ രാഷ്ട്രീയം നമ്മുടെ മുമ്പിലില്ല. ഞാൻ പഠിച്ചിട്ടില്ല, പഠിക്കരുത്. മനസ്സിലാക്കണം, സ്നേഹത്തിന്റെ ഭാഷ നമ്മൾ പഠിക്കണം. അഭിപ്രായങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ സംഘടനാ തലത്തിൽ ഉണ്ടാകും, അത് സ്വാഭാവികമാണ്. നമുക്ക് അകത്തിന്റെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും, പുറത്തുണ്ടാവും, അത് സംഘടനാ തലത്തിൽ തന്നെ നിൽക്കണം. നമ്മൾ എപ്പോഴും ആ രീതിയിൽ തന്നെ പറഞ്ഞു. ഒന്ന് മുസാഫർത്ത് ചെയ്താൽ തീർക്കാവുന്ന പ്രശ്നം മാത്രമേ നമ്മുടെ മുമ്പിൽ പലപ്പോഴും ഉണ്ടാവും. പക്ഷെ അത് ഊതി വീർപ്പിച്ചുകൊണ്ട് അതിൽ തന്നെ മുതലെടുപ്പ് നടത്തുന്ന ചില ആളുകളൊക്കെ നമ്മുടെ ഇടയിലൊക്കെ കാണാറുണ്ട്. പക്ഷെ അതൊക്കെ അല്ല. രാഷ്ട്രീയം എന്നത് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നത് വരുന്നത് അത്യധികമായിട്ട് നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ട ഒരു വിഷയമാണ് എന്ന ഉത്തമ ബോധ്യത്തോട് തന്നെ പ്രവർത്തിക്കണം. നമുക്കൊരു മനുഷ്യനും ഒരു വ്യക്തിയും നാളെ ചോദ്യം ചെയ്യപ്പെടാതെ പോകില്ല. അത് നമ്മുടെ വിശ്വാസമാണ്. ആ ചോദ്യം ചെയ്യപ്പെടലിൽ ഞാൻ വിജയിക്കണമെങ്കിൽ നമ്മുടെ പ്രവൃത്തി, നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ വാക്കുകൾ അത് സത്യസന്ധമായിരിക്കണം. പറയുന്ന ജോലിയും പറയുന്ന പ്രവൃത്തിയും അത് 100% ക്ലിയർ ആക്കണം. ഈ 100% എന്ന് പറയുന്ന ഒരുപക്ഷെ നമുക്ക് എത്തിയെന്ന് വരില്ല. മനുഷ്യ സഹജമായ കാരണം കൊണ്ട് 100% നമ്മൾ സത്യസന്ധത പുലർത്താൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ അപ്പോൾ മനസ്സിൽ തോന്നണം, ഞാൻ 50% കൂടുതൽ സത്യസന്ധത പുലർത്തിയിട്ടുണ്ട്, നീതി പുലർത്തിയിട്ടുണ്ട്. ആവശ്യത്തിൽ എനിക്ക് അത്രേ കഴിയുന്നുള്ളൂ എന്ന ഒരു വിശ്വാസം നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് തോന്നണം. 100% കഴിയില്ല എന്ന് പറയുന്നത് നാം ജീവിക്കുന്ന കാലഘട്ടം അതാണ്. പലപ്പോഴും നമ്മൾ കലയിക്കേണ്ടി വരുന്നു, സംവദിക്കേണ്ടി വരുന്നു, ഇടപാടുകൾ നടത്തേണ്ടി വരുന്നു. അതൊക്കെ നമ്മുടെ ജീവിതത്തിലെ പല ഭാഗമായിട്ട് നമ്മൾ ഇടപെടലിൽ വരുന്നു. ആ ഇടപെടലുകളിൽ ഞാൻ പഴയ കാലത്തെ 7-ാം നൂറ്റാണ്ടിന്റെ 6-ാം നൂറ്റാണ്ടിന്റെ കാലഘട്ടത്തിൽ ചെയ്ത ആ മഹാമാരി ചെയ്തെന്ന ആ